ഈ നവമാധ്യമത്തിലൂടെ ദേശത്തിന്റെ നാനായിടങ്ങളിലായിരുന്നുകൊണ്ട് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കാളികളായി തീരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു വിശുദ്ധ ദിവസത്തിന്റെ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിങ്കൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാനായിട്ട് ലഭിച്ചിരിക്കുന്ന ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആരാധനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിങ്കൽ കൂടെ അനന്തമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ നല്ല പുതിയ ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഓരോ പുതിയ പ്രഭാതത്തിലും അവിടുത്തെ വിശ്വസ്തതയെക്കുറിച്ചും അവിടുത്തെ സ്നേഹത്തെക്കുറിച്ചും അവിടുത്തെ കരുതലിനെ കുറിച്ചും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ വലിയവനായിരിക്കും ദൈവം ഞങ്ങൾക്കായി ഒരുക്കുന്ന ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ആരാധനയുടെ ആദ്യോടന്തം അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മറവിലും അവിടുത്തെ ആത്മാവിന്റെ കോട്ടയ്ക്കുള്ളിലും കർത്താവ് ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായി സ്തുതിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുത്തെ മാറ്റമില്ലാത്ത വചന കേൾവിക്കായിട്ട് ഞങ്ങളെ ഒരിക്കലും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ കരുണയിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സകലമാനവും മഹത്വം എടുക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 34-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 34-ാമത്തെ കീർത്തനം ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സുഖം ക്ഷേമ നിന്നെ പോലാ സ്തുതിക്കും. സ്തുതിച്ചോൾക സ്തുതിച്ചോൾക നിത്യരാജ സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക നിത്യരാജ കൃപകൾക്കായി സ്തുതിക്കാം. ഇന്നും ആശീർവാദിക്കുന്ന യഹോവയെ സ്തുതിക്കാം. സ്തുതിച്ചോൾക സ്തുതിച്ചോൾക വിശ്വസ്തത പൂർണ്ണനായി സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക വിശ്വസ്തത പൂർണ്ണനായി. തന്മുഖം കാണും ദൂതരെ സ്തുതിച്ചേവാൻ തുണയ്ക്കാം. സൂര്യചന്ദ്രാദി സൃഷ്ടി കുമ്പിടിനവൻ മുൻപിൽ സ്തുതിച്ചോൾക സ്തുതിച്ചോൾക കൃപാലുവേ സ്തുതിക്കാം. സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക സ്തുതി സ്തുതിച്ചോൾക കൃപാലുവേ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം.
ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലെ സത്യത്തിൽ നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. എന്നാ ഞങ്ങളുടെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഒന്നിനും വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എത്രയേ നമുക്കുള്ളത്. ആയതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായിട്ട് നമ്മെ തന്നെ ശോധന ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതയാത്രയിൽ വന്നു പോയിരിക്കുന്ന കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ദൈവങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ വാക്കില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ ചിന്തയില്, നോട്ടത്തില്, വിചാരങ്ങളിലൊക്കെ ദൈവത്തിന് അനിഷ്ഠിതമായിരിക്കുന്ന നാം ചെയ്തിരിക്കുന്നു. നമ്മുടെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും അതിനെ ഹിമ പോലെ വെളുപ്പിക്കുമെന്നല്ലേ ചെയ്തിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവിന്റെ അരുമസന്നിധിയിലാണ് ഞാനും നിങ്ങളും എടുത്തു വന്നിരിക്കുന്നത്. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തിന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഒരു നിമിഷം മൗനമായിട്ട് ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായിട്ട് ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥനയെ നമുക്ക് പങ്കുകാരായി തീരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും
നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോട് നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവിനെ സ്തുതിപ്പിൻ, കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 100-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് അർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയത്ത് ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം എന്നീ ക്രമത്തിൽ ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് ഈ സമയത്ത് ശ്രമിക്കാം. Today's first lesson is taken from 2 King chapter 5 verses 1 to 5. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ ശ്രദ്ധയോട് കേൾക്കുക. ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നായമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ആരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്ന് തൻ്റെ യജമാനനോട്, ഇസ്രായേൽ ദേശക്കാരിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം എന്ന് ആരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേകൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. ഇങ്ങനെ 1-ാം വേദപാഠം വായിച്ചവസാനിക്കുന്നു. ഈ വിശുദ്ധ ദിവസം വായിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സങ്കീർത്തന വേദഭാഗം 8-ാം സങ്കീർത്തനം, സങ്കീർത്തനം 8. നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും ഇല്ലാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളുടെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ.
ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദപാഠം അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. Today's second lesson is taken from Acts of the Apostles, chapter 12, verses from 11 to 17. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിന് സുബോധം വന്നിട്ട്, കർത്താവെ, തന്റെ ദൂതനെ അയച്ചു ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രദേശയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിൽക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ, അവന്റെ ദൂതൻ ആകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരിക്കുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പിനെന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇവിടെ രണ്ടാം വേദപാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള തിരുവചനം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള തിരുവചനം ശ്രദ്ധയോടെ കേൾപ്പി. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ്, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി വലിയ പുരുഷാരവും പിഞ്ചെന്ന് അവനെ തെക്കിക്കൊണ്ടിരുന്നു. നാം വായിച്ചു കേട്ടത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് CSI ഹോളി ട്രിനിറ്റി ഇംഗ്ലീഷ് ചർച്ച് പാലക്കാട് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ഏറ്റവും സ്നേഹാധീനനായിരിക്കുന്ന പ്രിൻസ് ജോർജ് അച്ഛനാണ് നമുക്ക് ദൈവവചന സന്ദേശം നൽകുന്നത്. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടെ ഈ സഭാ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജ്ഞാനകീർത്തനങ്ങളിൽ 198-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 198-ാമത്തെ കീർത്തനം ചേർന്ന് പാടിയ ശേഷം ഏറ്റവും സ്നേഹാധീനനായിരിക്കുന്ന പ്രിൻസ് അച്ഛൻ നമ്മോട് ദൈവവചനത്തിൽ നിന്നും പങ്കുവയ്ക്കുന്നതായിരിക്കും. ഒന്നും ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുന്നിൽ. ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ ഞാൻ ചെയ്തിടുന്നതു നിന്നരികിൽ വരുവാൻ ഞാൻ താമസിക്കിലും. ഒന്നും ഭയ
വിശ്വസിക്കുന്നിൽ ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ ലോകാന്ധകാരത്തൂടെ നീ സഞ്ചരിക്കേ നിൻ കാൽ വഴുതിടാ നിന്റെ നിത്യപ്രകാശം ഞാൻ വെള്ളങ്ങളിൽ കൂടെ നീ പോകുന്ന നേരത്തിൽ പ്രളയങ്ങൾ നിന്നീതേ കവിഞ്ഞൊഴുകുമ്പോൾ ഒന്നും ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുന്നിൽ ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകിലും എൻ വാക്കുകൾ ഒഴിഞ്ഞു പോകാ ഒരു നാടും ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ തന്നെ കൈവിടുകയില്ല ഞാൻ ഒരിക്കലും നിന്നെ ഒന്നും ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുന്നിൽ ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവമേ, നീ ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പർവ്വതങ്ങളെയും ആഴിയെയും ഈ ഭൂമിയിലുള്ള സകലത്തെയും നോക്കുമ്പോൾ മനുഷ്യരായി ഞങ്ങൾ ഓർക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ. എങ്കിലും പിതാവേ, വളരെ ശ്രേഷ്ഠകരമായി മറ്റുള്ള സൃഷ്ടികളെക്കാൾ ഉപരിയായി ഞങ്ങളെ നീ പരിപാലിക്കുന്നതോർത്ത് നന്ദി പറയും. ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ ചെറിയവരെ കൂടുതൽ ആഴമായി സ്നേഹിക്കുവാൻ വലിയ മനസ്സുള്ള ദൈവത്തിന്റെ മുൻപാകെ അടിയങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളും വിശാലമായ മനസ്സുള്ളവരായി തീരുവാൻ, വിശാലമായ കാഴ്ചപ്പാടുള്ളവരായി തീരുവാൻ, വിശാലമായി ചിന്തിക്കുവാൻ കഴിവുള്ളവരായി തീരുവാൻ എന്റെ വചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണം. നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കരയുന്നു. മശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.
1980-കളിൽ ബോംബെയിൽ അബോർഷൻ നടത്തിക്കൊണ്ടിരുന്ന ചില ആശുപത്രികളുടെ ഒരു സ്ലോഗൻ ഇങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ 500 രൂപ മുടക്കുക, വർഷങ്ങൾക്ക് ശേഷം 5 ലക്ഷം നിങ്ങൾക്ക് ലാഭിക്കാം. ഇപ്പോൾ 500 രൂപ മുടക്കുക, വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് 5 ലക്ഷം ലാഭിക്കാം. ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവയെ നശിപ്പിച്ചു കളയുന്നതിന് കൂട്ടുനിൽക്കുന്ന ഒരുപറ്റം കാപാലികരുടെ ആകൃഷ്ടമായ ഒരു പരസ്യവാചകമാണിത്. പെൺകുഞ്ഞാണ് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ 500 മുടക്കിയാൽ ഞങ്ങൾ അത് നശിപ്പിച്ചു തരാം, അല്ലെങ്കിൽ കുഞ്ഞു വളർന്നു കഴിഞ്ഞാൽ അവളെ പഠിപ്പിക്കണം, അവളെ വിവാഹത്തിന് അയക്കണം, സ്ത്രീധനം കൊടുക്കണം, ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ട്. ഇപ്പോൾ 500 മുടക്കിയാൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ലക്ഷങ്ങളുടെ ബാധ്യത ഒഴിവാക്കാം എന്ന ഒരു ആകർഷണീയതയാണ് അതിനകത്ത് ഉള്ളത്. പെൺകുഞ്ഞുങ്ങളെ ബാധ്യതയായി കരുതുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിന് വലിയ മാറ്റങ്ങളൊന്നും പലയിടത്തും സംഭവിച്ചിട്ടില്ല. പെൺകുഞ്ഞുങ്ങൾ 2ാം തരം പൗരന്മാരായോ അല്ലെങ്കിൽ വിലയില്ലാത്തവരായോ അപശകുനങ്ങളായോ ശാപങ്ങളായോ ഒക്കെ മാറ്റപ്പെടുന്ന ചിത്രം ലോകത്തിന് നാനാഭാഗങ്ങളിലും, എന്തിന് നമ്മുടെ പരിസരങ്ങളിൽ പോലും കാണുവാൻ കഴിയും. പെൺമക്കൾ ഒരു ബാധ്യതയാണ് എന്ന് തോന്നൽ, പെൺകുഞ്ഞൊരു ശാപമാണെന്ന അന്ധവിശ്വാസം, പെൺകുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ വേറെ വീട്ടിലോട്ട് പോകേണ്ടവരാണല്ലോ എന്ന മൗഢ്യമായ കാഴ്ചപ്പാട്, അവർക്ക് ഇപ്പോൾ കൊടുക്കുന്ന വിദ്യാഭ്യാസവും പഠന ചെലവുകളും മറ്റു പൈസകളുമൊന്നും അവർക്ക് ജോലി കിട്ടിയാൽ, വിവാഹം കഴിഞ്ഞു പോയാൽ തിരിച്ചു കിട്ടില്ല, ഇൻകം ജനറേറ്റീവ് അല്ല എന്ന് പറയുന്ന ഒരു ചിന്തയൊക്കെ പെൺകുഞ്ഞുങ്ങളോടുള്ള ഒരു വലിയ ബാധ്യതയായിട്ട് ഇന്നും നിലനിൽക്കുന്നു. ഒരുപക്ഷെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ അങ്ങനെ തോന്നിക്കൂടായെന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹ്യ ക്ഷാമം ഉള്ളതുകൊണ്ട് പെൺകുഞ്ഞുങ്ങളെ ന്യായമായിട്ട് ബാധ്യതയായി കരുതുന്നു. പെൺകുഞ്ഞുങ്ങളുടെ ശരീരത്തെ കൊതിച്ച് മോഹിച്ച് നടക്കുന്ന പീഡകന്മാർ ലോകത്തിൽ ഇവരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതും ശ്രമകരമായ ജോലിയായി തോന്നാം. എന്നിരുന്നാലും ഓർക്കേണ്ടുന്നത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ദൈവത്തിന്റെ ദാനം, അവരെ വളർത്തിയെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വമാണ് നമുക്ക് ഉള്ളത്. പെൺകുഞ്ഞുങ്ങൾ 2ാം തരം പൗരന്മാരായി തള്ളിക്കളയുകയല്ല, മറിച്ച് അവരെ ദൈവം തന്നതാണെന്ന ബോധ്യത്തോടുകൂടി തുല്യതയോടുകൂടി വളർത്തിയെടുക്കാനുള്ള വിശാലമായ മനസ്സാണ് നമ്മൾ ആർജിക്കേണ്ടത്. നമുക്ക് വേണ്ടുന്നത് വിശാലമായ കാഴ്ചപ്പാട്, നമുക്ക് വേണ്ടുന്നത് ലോകം കാണാനുള്ള കണ്ണാണ്, നമുക്ക് വേണ്ടുന്നത് കുറച്ചുകൂടി വിശാലമായി ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ചിന്താധാരകളാണ് നാം ഓരോരുത്തരും വികസിപ്പിച്ചെടുക്കേണ്ടതെന്ന് ഓർക്കുക. ഓരോ പെൺകുഞ്ഞിനുമുണ്ട് ആത്മാഭിമാനം, അവർക്കുമുണ്ട് അന്തസ്സ്, അവർക്കുമുണ്ട് ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മോഹം, അവർക്കുമുണ്ട് ജീവിക്കാനുള്ള അവകാശം. ഇന്നത്തെ വേദപുസ്തക ഭാഗങ്ങളൊക്കെ പെൺകുഞ്ഞുങ്ങളെ അപമാനിക്കുന്നവരുടെ
അവമതിക്കുന്നവരുടെ മുൻപിൽ അങ്ങനെയല്ല. ഓരോ പെൺകുഞ്ഞിനും ആത്മാഭിമാനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വത്വബോധമുണ്ട് എന്ന് നമ്മെ അടിവരയിട്ട് ബോധ്യപ്പെടുത്തുന്ന വേദപുസ്തക ഭാഗങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങളെല്ലാം. രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെ ചില കഥാപാത്രങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു അടിമ പെൺകുട്ടി, ഇസ്രായേൽക്കാരത്തി, ഒരു അടിമ പെൺകുട്ടി, അവളുടെ യജമാനൻ പ്രഗത്ഭനായ പട്ടാളക്കാരൻ, സേനാധിപൻ നയമാൻ, കൂടെ കുറെ പട്ടാളക്കാർ, അവൾക്ക് പരിചയമുള്ള ഒരു ഭക്തനായ പ്രവാചകൻ എലീശ, ഇസ്രായേൽക്കാരൻ, അവളുടെ നന്നാണ് രാജാവിനെ പരിചയം. ആ കുറച്ച് കഥാപാത്രങ്ങൾ ആ വേദപുസ്തക ഭാഗം നമ്മുടെ പെൺമക്കളോട് ബന്ധത്തോട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കുക. ദൈവത്തിന്റെ ദാനമാണ് ഈ പൈതൽ. ആ വിശ്വാസം ഓരോ മാതാപിതാക്കന്മാർക്കും, ഓരോ സഹോദരങ്ങൾക്കും, ഓരോ കൂട്ടുവിശ്വാസികൾക്കും, ഓരോ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകേണ്ടതാണ്. ഇസ്രായേലിന് അടിമയായി അരാമിലേക്ക് കൊണ്ടുപോകപ്പെട്ട ആ പെൺകുട്ടി, അവളെ കുറിച്ച് അധികം വിവരണങ്ങളൊന്നുമില്ല, അധികം എഴുത്തുകളൊന്നുമില്ല. അവൾ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എന്താണെന്നോ കൃത്യമായിട്ടുള്ള വിവരണങ്ങളൊന്നും. പക്ഷേ അവളുടെ ഒരു വാചകം പ്രശസ്തമായി. അവൾ പറഞ്ഞൊരു വാക്ക് വളരെ ഒരു വാചകം വളരെ പ്രസക്തമായി. യജമാനൻ ഇസ്രായേലിലെ പ്രവാചകനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ അവൻ യജമാനനെ സൗഖ്യമാക്കിയേനെ. വിശ്വാസത്തിന്റെ ഒരു വാചകം. അവളായിരിക്കുന്ന നമ്മുടെ നാട്ടിലല്ല, സ്വാതന്ത്ര്യത്തിലല്ല, അടിമ പെൺകുട്ടിയാണ്, ചുറ്റുപാടുകൾ, പരിമിതികൾ അനവധിയുണ്ട്. അതിന്റെ മധ്യത്തിലും വിശ്വാസത്തിൽ ആ കുഞ്ഞ് സമ്പന്നയായിരുന്നു പറയുകയാണ്. ഞാൻ നിൽക്കുന്ന എന്റെ ഈ വീട്ടിലെ യജമാനൻ കുഷ്ഠരോഗിയാണ്, നയമൻ കുഷ്ഠരോഗിയാണ്. എന്റെ യജമാനൻ എന്റെ നാട്ടിലെ പ്രവാചകനെ ഒന്ന് പോയി കണ്ടിരുന്നു എങ്കിൽ എന്റെ നാട്ടിലെ പ്രവാചകൻ യജമാനന് സൗഖ്യം കൊടുക്കുമായിരുന്നു എന്ന വിശ്വാസത്തിന്റെ തീഷ്ണത നമുക്കവിടെ കാണാൻ കഴിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കാനുള്ള ബാധ്യത നമുക്കാണ്. മറ്റു പലതിന്റെയും പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസധാരിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് അവരുടെ സുരക്ഷിതമായ ഭാവിയാണ് എന്ന് ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും ആത്മീയതയിലുമൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ വളർത്തിയെടുക്കുമ്പോൾ അവരേത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ അതിജീവിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് അവസ്ഥയിൽ പോയാലും അവർ സുരക്ഷിതരായി, സുഖമായി, സന്തുഷ്ടരായി ഇരിക്കുവാൻ ആ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരവും ചുറ്റുപാടും ക്രമീകരിച്ചു കൊടുക്കുക നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്, ഉത്തരവാദിത്വ ബോധമാണ് എന്ന് ഓർക്കുക. ദൈവം നമ്മുടെ വലുപ്പമോ സ്ഥാനമോ പദവിയോ ഒന്നും നോക്കുന്നില്ല. പക്ഷേ നമ്മുടെ വിശ്വാസ ജീവിതം ദൈവം നോക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതം ദൈവം വിലമതിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് കടമയുണ്ട്. ആ പെൺകുഞ്ഞിന്റെ വിശ്വാസത്തിന്റെ പേരിൽ അവൾ മാനിക്കപ്പെട്ടു, ആദരിക്കപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു. അവളുടെ വിശ്വാസം വിലയേറിയതായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയും കുഞ്ഞുപ്രായം തൊട്ടേ വിശ്വാസത്തിൽ പരിപോഷിപ്പിക്കുവാൻ, വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നിലനിൽക്കപ്പെടുക തന്നെ ചെയ്യും, അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യുന്നതിന് യാതൊരു സംശയമില്ല. ആ രീതിയിൽ വളർത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മേക്കാൾ കുറഞ്ഞവരെ ചൂഷണം ചെയ്യുന്ന ഒരു ലോക വ്യവസ്ഥിതിയിലാണ് നാം ജീവിക്കുക. ബലവാന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കുകയും ബലഹീനനെ
നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ചുറ്റുപാട് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയാകാം ബലഹീനൻ എന്ന മുദ്ര കുത്തപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ വിലമതിക്കാതെ പോകുന്ന ഒരു കാഴ്ചപ്പാട്. എന്നാൽ ഓർക്കുക, നമ്മുടെ മക്കളെ നാം പരിഗണിക്കണം. എങ്ങനെ? ബലഹീനരെ ദൈവം പരിഗണിച്ചതുപോലെ. Please consider the little ones as God cares us. ദൈവം നമ്മളെ കരുതിയതുപോലെ തന്നെ ബലഹീനമെന്ന് തോന്നുന്നവരെയും ചേർത്ത് നിർത്തുവാൻ, പരിഗണിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. സങ്കീർത്തനം 8 ദാവീദിന്റെ സങ്കീർത്തനം എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആട്ടിടയനായ ദാവീദ് ഒരുപക്ഷെ രാത്രിയിൽ ആടുകളെ കൂടിനകത്ത് എത്തിയ ശേഷം ഉറങ്ങാൻ കിടന്നപ്പോൾ, മേലോട്ട് നോക്കി കിടന്നപ്പോൾ കണ്ട കാഴ്ച നക്ഷത്രങ്ങളും ചന്ദ്രനും വിശാലമായ ആകാശവും കുന്നും മലകളും ഒക്കെ കണ്ടപ്പോൾ തോന്നി, ഇതിന് വിശാലമായ ലോകത്തിൽ ദൈവമേ, മനുഷ്യനായ എന്നെയും മനുഷ്യനെയും ഒക്കെ ഓർക്കാനായിട്ട് അവൻ എന്തുമാത്രമുള്ളൂ. വാക്യം 3, നിന്റെ വിരലുകളുടെ മണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കാനായിട്ട് അവൻ എന്തുമാത്രം. ഈ വിശാലമായ ലോകത്ത് അനന്തകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെയുള്ള വിശാലമായ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഈ മനുഷ്യൻ എന്തുമാത്രമുള്ളൂ എന്നാണ് ദാവീദിന്റെ ചോദ്യം. അത്രത്തോളം നിസ്സാരനാണല്ലോ. എന്നാലും സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നീ അവന്റെ ദൈവത്തിൽ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ഓർക്കുക, ദൈവം വലുതിനെ മാത്രം സ്നേഹിക്കുന്ന ദൈവമല്ല. വലുതിന്റെ കൂടുതൽ ദൈവത്തിന്റെ സൃഷ്ടിയിലെ സകലത്തെയും ഒരുപോലെ കരുതുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് കുരുകളിലെ പോലും കരുതുക എന്നൊക്കെ പറയുന്നത്. ഏറ്റവും ചെറിയതിനെ, ബലഹീനമായതിനെ പോലും കരുതുന്ന സ്വഭാവത്തിന് കരുതലിനുടമയാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തെ നാം സ്നേഹിക്കുക തന്നെ വേണം. ചെറുതും വലുതുമായ അനേകം സൃഷ്ടികളിൽ അവരുടെ മുമ്പിൽ ദൈവത്തിന് മനുഷ്യനെ ഓർക്കുവാൻ സാധിക്കുമോ? പക്ഷേ സംഗീതം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവൻ ഓർക്കും. പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ നാം ചെറുതെന്ന് തോന്നിയാലും നമ്മെ ഓർക്കുവാൻ ദൈവത്തിന് ഉള്ളത് നമ്മൾ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും നമ്മിലുള്ളതുകൊണ്ട് മറ്റെന്തിനേക്കാൾ കൂടുതലായി ദൈവം നമ്മെ കരുതുന്നു. വേണമെങ്കിൽ ദൈവത്തിന് ഇത് ബലഹീനമാണ് എന്ന് കരുതി മാറ്റി നിർത്താമായിരുന്നു, വലുതിനെ സ്നേഹിക്കാമായിരുന്നു. ദൈവം അത് ചെയ്തില്ല. ദൈവം മനുഷ്യത്വത്തോളം ആഴമായിട്ട് തന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് വലിയ ദൈവം നാം ചെറുതെന്ന് കരുതി മാറ്റി നിർത്താതെ നമ്മെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഏറ്റുവാങ്ങുന്ന നാം ചെയ്യേണ്ടുന്ന കടമ നമ്മേക്കാൾ കുറഞ്ഞവനെ ബലഹീനമെന്ന് കരുതി തള്ളിക്കളയാതെ നമ്മേക്കാൾ കുറഞ്ഞവനെ ചേർത്ത് നിർത്തുവാനും കരുതാനുമുള്ള ആത്മീയ ഉത്തരവാദിത്വമുണ്ട്. അതിനെ പൗലോസ് വേറൊരു ഭാഷ പറയുന്നത് ഇങ്ങനെയാ, നമ്മൾ അഴക് കുറഞ്ഞതിന് കൂടുതൽ അഴക് കൊടുക്കുന്നു, ബലഹീനമായതിന് കൂടുതൽ കരുത്തു പകരുവാൻ നമ്മൾ ശ്രമിക്കുന്നു. തീർച്ചയായും പെൺകുഞ്ഞുങ്ങളുടെ സമൂഹത്തെ ബലഹീനമെന്ന് കരുതുന്ന സമൂഹത്തോട് പറയേണ്ടുന്നത്, അവർ കരുത്തു പകരുവാൻ, സംരക്ഷകരാകുവാൻ നമുക്ക് സാധിക്കണം. അവരെ വിലമതിക്കണം, അവരെ മാനിക്കണം, അവരെ വളർത്തണം. ആത്മാഭിമാനത്തോടു കൂടി വളർത്തിയെടുക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൽ, കഴിവിൽ, പ്രാപ്തിയിൽ, തീരുമാനങ്ങളിൽ, അവരുടെ ഇടപെടുന്ന മേഖലകളിലൊക്കെ അവർ തോറ്റുപോകാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മാനിക്കുകയും കരുതുകയും ചെയ്യണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം ഈ ഭൂമിയുടെ സ്റ്റുവാർഡ്സ് ആണ്,
ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികളുടെ കാര്യവിചാരകൻ എന്ന പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം കാര്യവിചാരകരാണ് എങ്കിൽ നമ്മേക്കാൾ കുറഞ്ഞതിനെയും ബലഹീനമാണെന്ന് കരുതുന്നതിനെയും കൂടുതൽ കരുത്തു പകരുവാൻ, അവരെ സംരക്ഷിക്കുവാൻ, അവർക്ക് വേണ്ടി തുണ നിൽക്കുവാൻ കാര്യസ്ഥന്മാരായ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ, മാനിക്കപ്പെടാതെ പോകുമ്പോൾ, അവസരം നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് താങ്ങായും തണലായും കരുത്തായും കരുതലായും അവരെ വളർത്തിയെടുക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. കാരണം ദൈവം വലുതിനോടൊപ്പം തന്നെ നമ്മെയും സ്നേഹിക്കുന്നു. അതുപോലെ മറ്റുള്ളവരെ കരുതാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ശക്തിയായി ഓർമ്മിക്കും. പെൺകുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഇപ്പോൾ വല്ലാതെ പെരുകിക്കൊണ്ടേയിരിക്കും. പീഡനങ്ങളുടെ പരമ്പരകൾ ആവർത്തിക്കുകയാണ്. പ്രേമം നിരസിച്ചതിന്റെ പേരിൽ എത്രയോ പെൺകുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. എത്രയോ പെൺകുഞ്ഞുങ്ങൾ പ്രായഭേദമന്യേ പിച്ച് ചീന്തപ്പെടുക, അവർ തകർക്കപ്പെടുക, അവരുടെ ജീവിതം നശിപ്പിക്കപ്പെടുക, ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന് മേൽ കടന്നു കയറുന്ന കാട്ടുചെന്നായ്ക്കളായി ലോകം മാറുന്നു. ആ പശ്ചാത്തലത്തിലാണ് യേശുവിന്റെ ശക്തമായ പ്രസ്താവന മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ ലെറ്റ് ദം ലീവ്, അവരെ ജീവിക്കാൻ അനുവദിക്കുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക. യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ 12-കാരിയായ പെൺകുഞ്ഞിനെ കുറിച്ച് പറയുമ്പോഴാണ് യേശു പറയുന്നത് ലെറ്റ് ദം ലീവ്, അവരെ ജീവിക്കാൻ വേണ്ടി അവസരമൊരുക്കി കൊടുക്കുക. അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതിനനുവദിക്കുക. ആ പെൺകുഞ്ഞിന് എന്തോ ഒരു അസുഖം പിടിച്ചു, മരിച്ചു. യായിറോസ് യേശുവിനോട് ഒന്ന് ചോദിക്കുന്നു. പിന്നീട് അറിയുന്നത് യാത്രാമത്തിന് പറയുന്ന പെൺകുഞ്ഞ് മരിച്ചു. എങ്കിലും യേശു പോകുന്നു. യേശു എന്ന ആ കുഞ്ഞിനെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ട് അവസാനം പറഞ്ഞു നിർത്തുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. മർക്കോസിന്റെ സുവിശേഷം അധ്യായം 5-43 വാക്യം. അവൾക്ക് ആഹാരം കൊടുക്കുക. അപ്പനോട് അമ്മയോട് യേശു പറയുന്നു അവൾക്ക് ആഹാരം കൊടുക്കുക. ആഹാരം എന്ന് പറഞ്ഞാൽ വെറുതെ ഉദരം നിറയ്ക്കാനുള്ള വസ്തുവായിട്ട് മാത്രം വ്യാഖ്യാനിക്കില്ല. ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. മാനസികമായി, ആത്മികമായി, ശാരീരികമായി, സാമൂഹികമായി ഏതെല്ലാം മേഖലകളിൽ ആ കുഞ്ഞിന് വളരാനുള്ള അവകാശമുണ്ടോ ആ മേഖലകളിലൊക്കെ വളരാനായിട്ട് ആ കുഞ്ഞിന് അവസരം കൊടുക്കുക, ആഹാരം കൊടുക്കുക, മുഖാന്തരങ്ങളെ കൊടുക്കുക, ഊർജം പകരുക എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കാൻ അവകാശമുള്ളവരാണ്. പെൺകുഞ്ഞായി പോയെന്നതിന്റെ പേരിൽ അവരെ തള്ളിക്കളയുവാൻ സമൂഹത്തിന് അവകാശമുണ്ട്. ലെറ്റ് ദം ലീവ്. നമ്മുടെ ഓരോ കുഞ്ഞിനും വിലയുള്ളതായി കണ്ട് നമ്മുടെ പെൺമക്കളെ ബാധ്യതയായി കണക്കാക്കാതെ അവളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ വേറൊരു വീട്ടിലോട്ട് പോകുമല്ലോ, അവളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പഠിപ്പിച്ചത് വെറുതെ ആയല്ലോ, അവളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ആദായം പോയല്ലോ എന്നോ സങ്കടപ്പെടുന്നില്ല. മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് സമൂഹത്തിൽ പോയാലും എവിടെ പോയാലും ആത്മാഭിമാനത്തോടെ, തന്റെ ഇടത്തോടെ, അന്തസ്സോടെ, അവകാശത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ അവരെ സജ്ജരാക്കുകയാണ് നമ്മുടെ കർത്തവ്യം. ഏതെല്ലാം മേഖലകൾ അവരെ ശക്തിപ്പെടുത്താമോ, ഏതെല്ലാം മേഖലകൾ അവരെ വളർത്തിയെടുക്കാമോ ആ മേഖലകളിലൊക്കെ വളർത്തിയെടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും ആത്മാഭിമാനം നിൽക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് കൊടുക്കേണ്ടുന്നത് അനിവാര്യം. ലെറ്റ് ദം ലീവ്. യേശുവിന്റെ വാക്കുകൾ ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, അവരെ കരുതുക തന്നെ.
അവർ വളർത്തുക തന്നെ വേണം. ഏതെല്ലാം മേഖലകൾ ആവശ്യമുണ്ടോ ആ മേഖലകളോ കുഞ്ഞുങ്ങൾ വളർത്തിയെടുത്ത് അവരെ നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, സുഖങ്ങൾ മാത്രമല്ല മറിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവരെ വളർത്തിയെടുത്ത് പരിപോഷിപ്പിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ ഓർക്കുന്ന ദിവസമാണ്. അവർക്ക് നല്ലൊരു ഭാവി വാഗ്ദാനം ചെയ്യാൻ ഓരോ കുടുംബങ്ങൾക്കും, ഓരോ സമൂഹത്തിനും, ഓരോ സഭയ്ക്കും ബാധ്യത. അതുകൊണ്ട് നഷ്ടമെന്നവരെ തള്ളിക്കളയുവാൻ മറിച്ചവരെ ആത്മാഭിമാനത്തോടുകൂടി വളർത്തിയെടുക്കാനുള്ള ഒരു വിശാലമായ മനസ്സ്, ഒരു കാഴ്ചപ്പാട് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. ദൈവം പറയുന്നു, നമ്മൾ ഈ സൃഷ്ടിയുടെ കാര്യവിചാരകന്മാരാണ്. കാര്യവിചാരകന്റെ ധർമ്മം സൃഷ്ടിയെ കരുതുകയും പരിപോഷിപ്പിക്കലുമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ ഓർക്കുന്ന നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ മാനിക്കാനും സ്നേഹിക്കാനും കരുതാനും അവരെ സംരക്ഷിക്കാനും അവരുടെ ജീവിതങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കട്ടെ എന്നുള്ള ആവശ്യം തന്നെയാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെയും സമൂഹത്തെയും സഭയെയും സകല ലോകത്തെയും എല്ലായ്പ്പോഴും ഒരുപോലെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു, പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മനാൾ കൊണ്ടാടിയവർ മിസ്റ്റർ ദിനു ജോർജ്, ഡോക്ടർ ബ്യൂല സാറ ജെയിംസ്, മിസ്റ്റർ സജി തോമസ്. ജന്മദിനത്തിലൂടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സഭയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാ പ്രാർത്ഥന നിർഭരമായിരിക്കുന്ന ആശംസകളും ഭാവങ്ങളും നേരുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും കൃപയുടെയും വർഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറയായിട്ട് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ നല്ല പുതിയ പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ജന്മദിനത്തിലൂടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ കർത്താവ് അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് അത്ഭുതകരമായിട്ട് ക്ഷേമകരമായിട്ട് അതിശയകരമായിട്ട് നടത്തിയ എല്ലാ നല്ല വിധങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, നിന്റെ മക്കളുടെ ആവശ്യങ്ങളൊക്കെ കൂടിയിരുന്ന് ദിനംതോറും നടത്തിയ വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. ആയുസിന്റെ നാടുകളും പെരുകുമ്പോൾ അവിടുത്തെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ സഹായിക്കുന്ന വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. നിന്റെ മക്കളെ പ്രവേശിക്കുന്ന പുതിയ വർഷം കർത്താവേ, കഴിഞ്ഞ വർഷങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് നന്മകൾ കൊണ്ട് കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. ദൈവാശ്രയ ബോധത്തോടുകൂടെ ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും സഹായി പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണം പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും അങ്ങെടുക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായിട്ട് വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നിങ്ങളോട് കൂടി ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ.
ഞങ്ങളുടെ കടക്കാടുകൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. കൃപയുള്ള ദൈവമേ, അങ്ങയുടെ പുത്രങ്ങളോട് ദുർബലരും നിരസിച്ചവരുമായി ഞങ്ങളെ ശക്തരാക്കി മാറ്റിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തിരസ്കരിക്കപ്പെട്ട എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കും ധൈര്യവും പുതിയ പ്രതീക്ഷയും നൽകണമേ. സമൂഹത്തിൽ ഒരംഗമായി പെൺകുഞ്ഞുങ്ങളെ അംഗീകരിച്ച് അവരെ വീണ്ടെടുക്കുവാനും ബഹുമാനിക്കുവാനും അവരുടെ കഴിവുകളും താലന്തുകളും വളർത്തിക്കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. പെൺശിശുക്കൾ നീതിയും ബഹുമാനവും സ്നേഹവും അനുഭവിക്കുവാനും അവരുടെ ജീവിതം സമൂഹത്തിന് സൗരഭ്യവാസിനിയായി തീരുവാൻ ഇടയാക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളെ ആക്രമണങ്ങളൊക്കെ നിന്റെ താഴ്മയുള്ള ദാസനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്വപിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ടെന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിൽ വീഴാതെ യാതൊരു ആപത്തിലും അകപ്പെടാതെ നിന്റെ മുമ്പാകെ നീതിയായുള്ളതിനെല്ലാം ഇപ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആത്മീയ ഗാനങ്ങളിൽ 64-ാമത്തെ ഗാനം നമുക്ക് ചേർന്ന് പാടാം. ആത്മീയ ഗാനങ്ങളിൽ 64-ാമത്തെ ഗാനം ചേർന്ന് പാടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കലങ്ങുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായിട്ട് വണക്കാം. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞങ്ങളുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും വീണ്ടെടുത്തവനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളോടൊപ്പം പ്രഭാതങ്ങൾ അനേകര് ലോകത്തോട് മൺമറിഞ്ഞപ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവേ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായിരിക്കും ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയ ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സഭയെ മുഴുവനായിട്ട് അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും കുടുംബമായിട്ട് വ്യക്തികളായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും കർത്താവ് നടത്തുന്ന എല്ലാ നല്ല വിധങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന കൃപ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും അവിടുന്ന് വഴി നടത്തുകയും പ്രാർത്ഥിക്കുന്നു. ആപത്ത് അനർത്ഥങ്ങൾ നോക്കി കർത്താവ് പ്രിയപ്പെട്ട മക്കളെ വിടുവിക്കും കർത്താവേ, സ്വർഗീയമായിരിക്കുന്ന സംരക്ഷണത്തിന് കീഴിൽ ഉറപ്പോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് ദിനംതോറും വഴി നടത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനായിട്ട്, യുവജന സഖ്യത്തിനായിട്ട്, സ്ത്രീജന സഖ്യത്തിനായിട്ട്, ഗായക സംഘത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകൾക്കും നേതൃത്വം നൽകുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും സ്വർഗത്തിലെ തമ്പുരാൻ അവിടെ സമൃദ്ധിയായിട്ട് മാനിച്ച് വഴി നടത്തി പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി കർത്താവെ പ്രയത്നിപ്പാൻ തക്കവണ്ണം അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടെ സഹായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നരയ്ക്കോളം ഞാൻ നിന്നെ ചുമക്കാമെന്നുള്ള വലിയ വാഗ്ദത്തത്തിനായി സ്തുതിക്കുന്നു. വാർദ്ധക്യത്തിൽ നടന്നു പോകാതെ യഹോവയ്ക്ക് വേണ്ടി ഫലം കായ്പാൻ തക്കവണ്ണം അവിടെ നിങ്ങളുടെ മാതാപിതാക്കളെ അവിടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് ആയുസ് കൊണ്ടും ദീർഘായുസ് കൊണ്ട് നിറയ്ക്കണം. അവിടുത്തെ കൃപയിൽ അവിടുന്ന് എല്ലാവരെയും പുതിയ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ വേണ്ടുവോളം ബുദ്ധിയും ജ്ഞാനവും വിവേകവും പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. ദൈവാത്മാവിനാൽ ഞങ്ങളുടെ പൈതങ്ങൾ വളരപ്പെടുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യ ഭാരമുണ്ടായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട് കർത്താവേ. സ്വന്തമായിട്ട് ഭവനം പണിയുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, സ്വന്തമായിട്ട് ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, ഉപജീവന മാർഗത്തിനായിട്ട് കാത്തു പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്കായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഉപജീവനത്തിനായിട്ട് കാത്തു പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്ത യൗവനക്കാരുണ്ട് കർത്താവെ. അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കടഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കഷ്ടതകളിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ സ്വർഗത്തിന്റെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. അവിടുന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കിളിവാളെ തുറന്ന് പുതുവഴികളെ തുറന്ന് കർത്താവ് അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടെ തൊട്ട് സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ കരമൊന്ന് അയക്കണമേ. അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ട് കർത്താവ് ഈ നാളുകളിൽ അവിടുന്ന് ജയോത്സവമായിട്ട് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസിന്റെ ആധിക്യം അനുഭവിക്കുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കായിട്ടും എല്ലാ ജനഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കായിട്ട്, നഴ്സുമാർക്കായിട്ട്, സാമൂഹിക സന്നദ്ധ പ്രവർത്തകർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരോട് ദൈവത്തിന്റെ അദൃശ്യമേറെ കരം നീട്ടപ്പെടുവാൻ കർത്താവേ, വലിയ മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തിന് പൂർണ്ണമായിരിക്കുന്ന സൗഖ്യമെടുത്തും പ്രാപിച്ച് ഞങ്ങളുടെ ദേവാലയങ്ങൾ തുറക്കപ്പെട്ട് കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാവരും കടന്നു വന്ന് അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും സഹായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപയിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടുന്ന ഞങ്ങളുടെ മഹാടവയ്ക്കായിട്ട്, മഹാടവിലെല്ലാ അച്ഛന്മാർക്കായി, ഉപദേശിമാർക്കായിട്ട്, മിഷണറിമാർക്കായിട്ട്, സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവരെയും സഹായി പ്രാർത്ഥിക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന കർത്താവേ, അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടുകൂടെ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ മുഖാന്തരമാക്കി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. നൽകുന്ന അഭിമന്യ തിരുമേനിക്കായിട്ടും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മഹാടെ ഭരിച്ചു വഴി നടത്തുവാൻ തക്കവണ്ണം അവിടുത്തെ അഭിഷേകത്തിനെ കുടുംബമായിട്ട് അവിടുന്ന് ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മഹാടയുടെ എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും എല്ലാ പ്രവർത്തനങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിന്മേലും ദൈവ സാന്നിധ്യം അവിടുന്ന് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ അധിവസിക്കുന്ന ഞങ്ങളുടെ ദേശത്തിനായിട്ട്, രാഷ്ട്രത്തിനായിട്ട്, സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, സംപ്രീതി വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യഹോവ രാജാതിരാജാവായിട്ട് വാഴണം കർത്താവേ. അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന സംരക്ഷണത്തിന് കീഴിൽ ഉറച്ചിരിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും സഹായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ സഭയുടെ ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. സ്വർഗത്തിലെ തമ്പുരാൻ സഭയുടെ ആവശ്യങ്ങൾ അറിഞ്ഞു മാനിക്കണമേ. അനേക കുടുംബങ്ങളെ അവിടുന്ന് കൂട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. സഭദേശത്ത് സാക്ഷ്യമുള്ള സമൂഹമായിട്ട് അനേകർക്ക് ശോഭിക്കുന്ന വിളക്കുകളായി തീരുവാൻ തക്കവണ്ണം അവിടെ സഭയെ സഹായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. അവർ കൊടുത്ത എല്ലാ താലന്തുകൾക്കായിട്ടും എല്ലാ കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. അവരെ അവിടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന കർത്താവേ. അവരെ കരുതുവാൻ, അവരെ സ്നേഹിക്കാൻ തക്കവണ്ണം സഭയെയും സമൂഹത്തെയും കർത്താവ് അവിടുന്ന് ഒരിക്കൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കായി സ്തുതിക്കുന്ന കർത്താവേ. എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ അറിഞ്ഞു മാനിക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യങ്ങളെ വർത്തകളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെക്കാളുപരിയായിട്ട് അവിടെ നിങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അറിയുന്നതിനായിരിക്കും സ്തുതിക്കർത്താവേ. ആവശ്യങ്ങളെ അറിഞ്ഞു മാനിക്കണം. കൃപയെ ഞങ്ങളെ പൊതിയണം. സകലവിധമായ നന്മകളാലും കൃപകളാലും നിറയ്ക്ക് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും എടുക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് ചെയ്ത സകല നന്മകളെ ഓർത്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് പങ്കുകാരായി തീരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയോ മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്തു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചുള്ള സ്നേഹത്തിന് വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാടുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലങ്ങളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, സമയത്തേക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ ഞങ്ങൾ കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവിടെ അപേക്ഷ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാട് ആഗ്രഹങ്ങളെ, അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനം, പരലോകത്തിന്റെ ജീവനും ഞങ്ങൾക്ക് തരണമേ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടു കൂടെ കർത്താവിന്റെ ആശീർവാദത്തെ സ്വീകരിപ്പിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും കൂട്ടായ്മയും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സഭയെ അറിയിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ, ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിച്ച ഏറ്റവും സ്നേഹാദരണനായിരിക്കുന്ന പ്രിൻസ് ജോർജ് അച്ഛനോടുള്ള നിസ്സീമമായിരിക്കുന്ന നന്ദിയും കടപ്പാടും ഇടവകയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കുന്നു. തുടർന്നുള്ള അച്ഛൻ്റെ ശുശ്രൂഷകളെ സ്വർഗത്തിലെ തമ്പുരാൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. മാസവരി ലേല കുടിശ്ശികളുള്ളവരൊക്കെയും ഡിസംബർ മാസം 31-ാം തീയതിക്ക് മുമ്പായിട്ട് അടച്ചു തീർക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഡിസംബർ മാസം 29-ാം തീയതി ഞായറാഴ്ച
സൺഡേ സ്കൂളിൻ്റെ വാർഷിക പരീക്ഷ നടത്തപ്പെടുന്നതാണ്. എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങളുടെ ദശാംശം, നിങ്ങളുടെ സ്തോത്ര വഴിപാടുകൾ, ജന്മനാൾ സ്തോത്രം, വിവാഹ വാർഷികം, മറ്റ് പ്രത്യേക സ്തോത്രങ്ങളൊക്കെ ദൈവ രാജ്യത്തിനു വേണ്ടി, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് പോലെ നൽകി സഹായിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആരാധനയുടെ അവസാനമായിട്ട് ക്രിസ്തീയ ഗീതങ്ങളിൽ 412 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 412 ഗീതം നമുക്ക് ചേർന്ന് പാടാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവോടുകൂടി. നമുക്ക് സമാധാനത്തോടെ ഭവനങ്ങളിലായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ.